ഹായ്, സ്റ്റാർ ഹെൽത്തിൻ്റെ ഹെൽത്ത് അഷ്വർ എന്ന മെഡിക്ലെയിം പോളിസിയിൽ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വന്നാൽ ഡിസ്ചാർജ് ആകും വരെ വരാവുന്ന എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും യാതൊരുവിധ കട്ടിങ്ങും ഇല്ലാതെ പൂർണ്ണമായിട്ടും കവേർഡാണ്. അതും ക്യാഷ്ലെസ് ആയിട്ട് തന്നെ. അപ്പോൾ ഒരു അഡ്മിഷൻ വന്നാൽ നമ്മൾ ആ സമയത്ത് പണം അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങുന്നത്. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷനിലേക്ക് എത്തപ്പെടാൻ സാധ്യത കുറവാണ്. പലപ്പോഴും ആദ്യം നമ്മൾ ഒ പിയിൽ കാണിക്കും, മരുന്ന് വാങ്ങിക്കും, പിന്നെ മാറില്ല, അപ്പോൾ വീണ്ടും കാണും. അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ ടെസ്റ്റോ സ്കാനിങ്ങോ ഒക്കെ പറയും. അതിനെല്ലാത്തിനും ശേഷമായിരിക്കും ഒരുപക്ഷെ അഡ്മിഷൻ വരിക. അപ്പോൾ അഡ്മിഷന് മുൻപ് നമുക്ക് കുറേ പണം ചിലവായിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയതിനു ശേഷവും ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് വരാം. അത്തരം എക്സ്പെൻഡിച്ചേഴ്സും ഈ പോളിസിയിൽ കവേർഡാണ്. അഡ്മിഷന് മുൻപ് 2 മാസ കാലയളവ് വരെ പ്രസ്തുത അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ചിലവുകളും നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ ഡിസ്ചാർജ് ആയതിനു ശേഷം 6 മാസ കാലയളവിൽ വരാവുന്ന എക്സ്പെൻഡിച്ചേഴ്സും ഇതുപോലെ തിരിച്ചു കിട്ടും. പിന്നെ പോളിസിയിൽ നമുക്ക് മോഡേൺ മെഡിസിൻ മാത്രമല്ല, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചികിത്സകളും ലഭ്യമാണ്. ആയുഷിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ചികിത്സകളും ലഭ്യമാണ്. നമ്മൾ എത്രയാണോ കവറേജ് എടുത്തിട്ടുള്ളത് അത്രയും തുകയ്ക്ക് തന്നെ അവയും ലഭ്യമാണ്. പിന്നെ എല്ലാവിധ മോഡേൺ മെഡിക്കൽ പ്രൊസീജിയേഴ്സും പോളിസിയിൽ പൂർണ്ണമായും തന്നെ കവേർഡാണ്. ഇന്നിപ്പോൾ പല ഹോസ്പിറ്റൽസിലും സർജറീസൊക്കെ മോഡേൺ മെഡിക്കൽ പ്രൊസീജിയറിൽപ്പെട്ട റോബോട്ടിക് സർജറിയിലൊക്കെയാണ് പോകുന്നത്. അതെല്ലാം നമ്മുടെ പോളിസിയിൽ പൂർണ്ണമായിട്ടും കവേർഡാണെന്നതാണ്. പിന്നെ ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഹോം കെയർ, ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ എന്നിവയെല്ലാം തന്നെ പോളിസിയിൽ കവേർഡാണ്. മെറ്റേണിറ്റി കവറേജും ഇൻഫെർട്ടിലിറ്റി കവറേജും ന്യൂ ബോൺ ബേബി കവറേജും ഉണ്ട്. പിന്നെ ഒരു കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഇൻഡിവിജ്വൽ പോളിസി വാങ്ങുമ്പോൾ ആഫ്റ്റർ മാരേജ് ഇടയ്ക്ക് വെച്ച് അദ്ദേഹത്തിന് സ്പൗസിനെ പോളിസിയിലേക്ക് ചേർക്കാൻ സാധിക്കും. അതുപോലെ ഒരു പോളിസി പീരീഡിനുള്ളിൽ കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ ന്യൂ ബോൺ ചൈൽഡിനെയും പോളിസിയിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ പോളിസിയിൽ ഏറ്റവും വളരെ നല്ലൊരു ഫീച്ചർ ഇതിൻ്റെ റൂം റെൻ്റാണ്. ഇതിൻ്റെ ഹയർ ആയിട്ടുള്ള സം ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് റൂം റെൻറ്റിനകത്ത് യാതൊരു ലിമിറ്റും ഇല്ല. ഒരു ഹോസ്പിറ്റലിലെ പ്രീമിയം റൂമോ പ്രസിഡൻഷ്യൽ റൂമോ ഡീലക്സ് റൂമോ വാട്ട് എവർ ഇറ്റ് ഈസ്, എത്ര ലക്ഷം ആൾ റൂം റെൻ്റെങ്കിലും പ്രശ്നമില്ല, അത് അവൈൽ ചെയ്യാം. ലോവർ ആയിട്ടുള്ള സം ഇൻഷുർ എടുക്കുന്നവർക്ക് അവരെടുക്കുന്ന സം ഇൻഷുറിൻ്റെ 1% ആയിരിക്കും അവർക്ക് പ്രതിദിനം അനുവദിക്കപ്പെടുന്ന മുറി വാടക. ഉദാഹരണമായി 10 ലക്ഷം സം ഇൻഷുർ എടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ 1% 10,000 രൂപയായിരിക്കും പ്രതിദിന മുറി വാടക. ഹയർ സം ഇൻഷുർ എടുക്കുന്നവർക്ക് അങ്ങനെ യാതൊരു ലിമിറ്റും ഇല്ല, എത്ര വേണമെങ്കിലും റൂം റെൻ്റ് ആകാം. ഈ റൂം റെൻ്റ് വളരെ ക്രൂഷ്യലായിട്ടൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസിൽ. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിയിൽ റൂം റെൻ്റ് അനുവദിച്ചിരിക്കുന്നത് വളരെ കുറവും നമ്മൾ ഉപയോഗിക്കുന്ന റൂം വളരെ കൂടിയതുമാണെങ്കിൽ ആ ബാലൻസ് എമൗണ്ട് മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടുക. പ്രോ റാറ്റ ബേസിൽ നമ്മുടെ എല്ലാ ബില്ലും ഹയർ ആവും, ആ ബില്ലെല്ലാം നമുക്ക് കട്ടിങ് വരും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിൽ ക്ലെയിം വരുമ്പോൾ കട്ടിങ് വരുന്നത്. നമ്മളതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പോളിസി വാങ്ങുമ്പോൾ മികച്ച റൂം റെൻ്റുള്ള പോളിസി തന്നെ വാങ്ങാനായി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പോളിസിയിലേക്ക് 75 വയസ്സ് വരെ പ്രവേശനമുണ്ട്. വൺസ് പോളിസിയിലേക്ക് വന്നാൽ ഒരിക്കലും പോളിസിയിൽ നിന്ന് പുറത്താകില്ല. ജീവിതകാലം മുഴുവൻ പോളിസിയിൽ തുടരാം. പോളിസിയിലേക്ക് വരാനായിട്ട് മെഡിക്കൽ സ്ക്രീനിങ് ഒന്നുമില്ല. പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ പറഞ്ഞു വരണമെന്ന് മാത്രം, ടെസ്റ്റ് ഒന്നുമില്ല. പക്ഷേ പോളിസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനൊക്കെ ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനുള്ള അവസരം ഈ പോളിസിയിൽ ഉണ്ട്. ഈ പോളിസിയുടെ പരമാവധി ലിമിറ്റ് 15,000 രൂപ വരെ നമുക്ക് അപ്രകാരം ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാം. പക്ഷെ അതും കുറച്ച് ഹയർ സം ഇൻഷുറൻസിന് മാത്രമേ ഉള്ളൂ. ലോവർ സം ഇൻഷുറൻസിനും ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാം, പക്ഷേ കുറഞ്ഞ തുകയ്ക്കായിരിക്കും എന്ന് മാത്രം. ഈ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാം. നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നാൽ ചികിത്സയും ക്യാഷ്ലെസ് ആണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാം. കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ വീടെങ്കിലും പരമാവധി ഒരു 10 കിലോമീറ്റർ അകലെ പോകാതെ തന്നെ കമ്പനിക്ക് ടൈപ്പുള്ള ലാബുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പനിയുടെ ഒരു കസ്റ്റമർ ആപ്പ് ഉണ്ട്. പോളിസി വാങ്ങുന്ന എല്ലാവർക്കും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആ ആപ്പിലൂടെ നമുക്ക് വീട്ടിൽ വന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനുള്ള സംവിധാനവും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് പോളിസിയിലെ മറ്റൊരു അതിമനോഹരമായ ഒരു ഫീച്ചറാണ് പോളിസി റീസ്റ്റോറേഷൻ. ഈ പോളിസി ഇൻഡിവിജ്വലായിട്ടും വാങ്ങാം, ഫാമിലി ആയിട്ടും വാങ്ങാം. ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ അങ്ങനെ വാങ്ങാം. ഇനി വേണമെങ്കിൽ പാരൻസിനെ ഉൾപ്പെടുത്താം. അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വാങ്ങുമ്പോഴും ഫാമിലി ആയിട്ട് വാങ്ങുമ്പോഴും നമുക്ക് ഈ പോളിസിയിൽ റീസ്റ്റോറേഷൻ എന്നൊരു ഫെസിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു, ഒരു ക്ലെയിം വന്നു, 2 ലക്ഷം രൂപ ചിലവായുള്ളൂ. ഈ 2 ലക്ഷം രൂപ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവിടെ 10ൽ നിന്ന് 2 കുറഞ്ഞു അല്ലേ? ഈ കുറയുന്ന തുക നമ്മൾ ഡിസ്ചാർജായി ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ചെയ്യപ്പെടും. ഇനി നമ്മൾ സം ഇൻഷുർ മുഴുവൻ ഉപയോഗിച്ചു കരുതുക, 10 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്ത് 10 ലക്ഷം മുഴുവൻ ഉപയോഗിച്ച് കരുതുക, ഡിസ്ചാർജ് ആയ ഉടനെ ആ 10 ലക്ഷം വീണ്ടും റീസ്റ്റോർ ആവും. ഇങ്ങനെ അൺലിമിറ്റഡ് ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ ഈ പോളിസിയിലുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണോ ഒരു അഡ്മിഷന് നമ്മൾ വിധേയമാകേണ്ടി വരിക അപ്പോഴൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള സം ഇൻഷുർ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാകും.
ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 10 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തിട്ടുള്ള ആൾക്ക് 12 ലക്ഷം രൂപ ക്ലെയിം വന്നാൽ 10 കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഹയർ സം ഇൻഷുർ എടുക്കുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ ഒട്ടും കുറയുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം. പിന്നെ പോളിസിയിലുള്ള മറ്റൊരു അതിമനോഹരമായ ഒരു ഫീച്ചർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പോളിസിയിൽ ഡിഡക്റ്റബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പലപ്പോഴും നമുക്കൊക്കെ ഒരു മടിയുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഒരു പ്രീമിയം, ഒരു തുക മുടക്കാനായിട്ട്. ഈ തുക ഒരു അഡ്മിഷൻ വന്നാലല്ലേ നമുക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് വേസ്റ്റ് അല്ലേ എന്ന് തോന്നലുണ്ടാവും. അങ്ങനെ തോന്നലുള്ള ആൾക്കാർക്ക് ചെറിയ എമൗണ്ടിൽ പോളിസി വാങ്ങാനും കണ്ടിന്യൂ ചെയ്യാനും ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഡിഡക്റ്റബിൾ. അതായത് നമുക്ക് ക്ലെയിം വരുമ്പോൾ ആദ്യത്തെ ഒരു ചെറിയ തുക വേണ്ട, ആ തുകയ്ക്ക് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, അത് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊടുത്തോളാം എന്ന രീതിയിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടയ്ക്കേണ്ട, അതായത് പേബിൾ ആയിട്ടുള്ള പ്രീമിയത്തിൻ്റെ പകുതിയിലേറെ വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അത് നല്ല ഒരു ഓപ്ഷനാണ്. അങ്ങനെ ഡിസ്കൗണ്ടിൽ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്കും ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം അതുപോലെ തന്നെ ലഭിക്കും കേട്ടോ. ഈ ഫ്രീ മെഡിക്കൽ ചെക്കപ്പിന് മറ്റൊരു പ്രാധാന്യം കൂടെ ഉണ്ട്. നമ്മൾ നമ്മുടെ വാഹനങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ആൻ ഇയർ എങ്കിലും സർവീസ് ചെയ്യും, ഓയിൽ ചേഞ്ച് ചെയ്യും. നമ്മൾ സ്വന്തം ശരീരത്തിൽ ഇത് വല്ലതും ചെയ്യുന്നുണ്ടോ, BP കൂടിയിട്ടുണ്ടോ അറിയില്ല. പെട്ടെന്നുള്ള കുഴഞ്ഞ് വീണ്ടും മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് അറിയത്തില്ല കൊളസ്ട്രോൾ ഒക്കെ എത്രയുണ്ട്, BP കൂടിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. പെട്ടെന്നൊരു ദിവസം പണി കിട്ടുമ്പോഴാണ് അറിയുന്നത് അല്ലേ. എന്നാലോ 15,000 രൂപ ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ വർഷവും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ആപ്സായി പോകട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യും. നമുക്ക് എന്ത് അസുഖവും അതിൻ്റെ വരുന്ന ആ പൈപ്പ് ലൈനിൽ വെച്ച് തന്നെ പിടിച്ച് പുറത്താക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് ഈ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവനെ തന്നെയാണ് രക്ഷിക്കുന്നതെന്നും പറയാം. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, സ്റ്റാർ ഹെൽത്തിൻ്റെ ഓപ്പറേഷൻ്റെ സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ നമുക്ക് അവൈലബിൾ ആണ്. കമ്പാഷനേറ്റ് ട്രാവൽ, നമ്മൾ ഇന്ത്യയിലെ വിദൂര സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അഡ്മിറ്റ് ആയെങ്കിൽ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആൾക്ക്, ഒരു ബൈസ്റ്റാൻഡർക്ക് നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് അടക്കമുള്ള തുക നൽകുന്നുണ്ട്. അതുപോലെ വിദൂര പ്രദേശത്തോടെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ അതിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളുണ്ട്. ആംബുലൻസ് ചാർജിൽ എയർ ആംബുലൻസ് വരെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ കവറേജ് ആരംഭിക്കുന്നത് 5 ലക്ഷം രൂപയിലാണ്. ഇൻഡിവിജ്വൽ ആണെങ്കിലും ഫാമിലി ഫ്ലോട്ടർ ആണെങ്കിലും അത് 2 കോടി വരെ പരമാവധി കവറേജ് ഉണ്ട്. ഈ കവറേജിൽ നമുക്ക് ഒരു ബോണസ് സംവിധാനവും കൂടിയുണ്ട്. അതായത് നമ്മൾ പോളിസി എടുത്തു, നമുക്ക് ക്ലെയിം ഒന്നും വന്നില്ല എങ്കിൽ അടുത്ത പ്രാവശ്യം പോളിസി പുതുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കവറേജിൻ്റെ ഒരു 25% കൂടി കവറേജിൽ നമുക്ക് ബോണസ് ആയിട്ട് നൽകും. ഉദാഹരണമായി 10 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തിട്ടുള്ള ഒരാളിന് ആദ്യത്തെ വർഷം ക്ലെയിം വന്നില്ല, അടുത്ത വർഷം പുതുക്കുമ്പോൾ അതിൻ്റെ 25% കൂടി കൂട്ടി, അതായത് 2 ലക്ഷം 12 ലക്ഷം ആവും. അങ്ങനെ 4 years കൊണ്ട് 20 lakh വരെ നമ്മൾ സം ഇൻഷുർഡ് വരാം. ഇത് ഏത് സം ഇൻഷുർഡ് എടുത്തിട്ടുള്ള ആൾക്കും ഇത് സാധിക്കും. ഇതുപോലെ ബോണസ്, എത്ര ഹയർ സം ഇൻഷുർഡ് എടുത്തിട്ടുള്ള ആൾക്കും ഇതുപോലെ ബോണസ് ലഭിക്കുന്നതാണ്. പിന്നെ പോളിസി നമ്മൾ 1 ഇയറിലേക്കാണ് ജനറലി എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നടക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത് ലോങ് ടേം ആയിട്ടും ഈ പോളിസി വാങ്ങാവുന്നതാണ്. അതായത് 2 yearsലേക്കോ 3 yearsലേക്കോ വാങ്ങാവുന്നതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ വലിയൊരു അട്രാക്ഷൻ ഉള്ളത് സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും പ്രീമിയത്തിൽ നമുക്കൊരു ഡിസ്കൗണ്ട് ലഭിക്കും. ഫസ്റ്റ് ഇയറിൻ്റെ അല്ലെങ്കിൽ അടക്കേണ്ടതാണല്ലോ. സെക്കൻഡ് ഇയറിൻ്റെയും തേർഡ് ഇയറിൻ്റെയും പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, പോളിസിയിലേക്ക് വരുമ്പോൾ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. നമ്മളായിട്ട് മെഡിക്കൽ സ്ക്രീനിൽ പോകണ്ട, പക്ഷേ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസുകൾ മെൻഷൻ ചെയ്തിട്ട് വേണം പോളിസിയിലേക്ക് വരാൻ. അല്ലാത്ത പക്ഷമാണ് ക്ലെയിം റിജക്ഷൻസും മറ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഡിസീസ് പോളിസിയിലേക്ക് വരുമ്പോൾ ഉണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ക്ലെയിം എക്സ്പെക്ട് ചെയ്തത് ആദ്യത്തെ 3 വർഷം അതിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകും. അതുകൂടാതെ പോളിസിയിൽ ചില സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ്സ് ഉണ്ട്. ഏത് ഹെൽത്ത് ഇൻഷുറൻസിലുള്ളതാണത്. പോളിസി എടുത്തിട്ടുള്ള ആദ്യത്തെ 30 ദിവസം നമുക്ക് ഡിസീസുകൾ ക്ലെയിം ചെയ്യാൻ പാടില്ല, അപകടങ്ങളാണെങ്കിൽ ക്ലെയിം ചെയ്യാം. അതുപോലെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ ഉള്ള പൊട്ടൻഷ്യലുള്ള കുറേ അസുഖങ്ങളുണ്ട്. അവയ്ക്ക് ഏത് ഹെൽത്ത് ഇൻഷുറൻസിലും ഫസ്റ്റ് 2 years ക്ലെയിം ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അത് ഈ ഹെൽത്ത് അഷുറൻസ് പോളിസിയിലും അതുപോലെ തന്നെയാണ്. എന്ന് പറയുമ്പോൾ അതൊരു ലോസ് ആയിട്ടോ ഒരു ഡിഫക്റ്റ് ആയിട്ടോ ആരും കാണണ്ട. പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള അസുഖങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. അതിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അസുഖങ്ങൾ ഒന്നും പെടില്ല കേട്ടോ. പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ പൈൽസ്, ഫിസ്റ്റുല, സൈനസൈറ്റിസ്, വെരിക്കോസ് വെയിൻ, മേ ബി കിഡ്നി സ്റ്റോൺ, കിഡ്നി ഫെയിലിയർ വരുന്നില്ല അവർക്ക്, കിഡ്നി സ്റ്റോൺ, അതേപോലുള്ള വലിയ കോസ്റ്റ് ഇല്ലാത്തതും എന്നാൽ ഒരാൾക്ക് ഈ അസുഖമുണ്ട്, ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വയ്ക്കാം ചികിത്സിക്കും. മെഡിക്കൽ ക്ലെയിം എടുത്ത് നേരെ ചികിത്സിക്കാൻ പോകുന്ന ഒരു പ്രവണത ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസീസുകൾക്കൊന്നും ഇതേപോലുള്ള സ്റ്റാറ്റ്യൂട്ടറി വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പോളിസി എടുക്കുമ്പോൾ ആ ഡിസീസ് നമുക്ക് ഉണ്ടായിരിക്കരുതെന്നേ ഉള്ളൂ. പോളിസി എടുത്ത് ആദ്യത്തെ 30 ദിവസത്തിന് ശേഷം ഈവൻ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് വരെ നമുക്ക് ക്ലെയിം ചെയ്യും. എന്ന് വെച്ചാൽ ക്യാൻസർ ആകാം, ഹാർട്ട് ഡിസീസ് ആകാം, സ്ട്രോക്ക് ആകാം, ഹെമറേജ് ആകാം എന്ന് വേണ്ട എല്ലാ ക്രിട്ടിക്കൽ ഇൽനെസ്സിനും പോളിസി എടുത്ത് ആദ്യത്തെ 30 ദിവസത്തിന് ശേഷം ക്ലെയിം ചെയ്യാവുന്നതാണ്. അതും അപ് ടു ഒരു സം ഇൻഷുർ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. എത്രയാണോ നമ്മുടെ സം ഇൻഷുർ അത്രയും വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കൂടെ ഭാഗമാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ഒരുപാട് അസറ്റ്സ് നമ്മൾ സമാഹരിക്കുന്നുണ്ടാകാം, ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഗോൾഡ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷെ നമുക്കൊരു മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എങ്കിൽ ഒരു ഡിസീസ് വന്നാൽ മതി എല്ലാം നശിക്കാൻ. നമ്മൾ ഈ കെട്ടിപ്പൊക്കിയ കൊട്ടാരം മുഴുവനും ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും.
പല ഡിസീസുകൾക്കും ചിലപ്പോൾ തുടർച്ചയായ വർഷങ്ങളോളം ചികിത്സ വേണ്ടി വരും. ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മൾ ഒരിക്കലും പ്രവേശിച്ചാൽ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല. എല്ലാ വർഷവും പുതുക്കാം എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ്. ഒരിക്കലും ഒരു കമ്പനിക്കും നമ്മുടെ റിന്യൂവൽ റിജക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും ഒരു നല്ല പോളിസി എടുത്താൽ ജീവിതകാലം മുഴുവനും ചികിത്സാ ചെലവോർത്ത് നമ്മൾ വിഷമിക്കേണ്ടതില്ല. ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കാം. അതായത് നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ ആയുർദൈർഘ്യം 35 വയസ്സാണെങ്കിൽ ഇന്നത് 70 കഴിഞ്ഞു. അടുത്ത 20 വർഷത്തിനുള്ളിൽ 90 കഴിയും. അപ്പോൾ ലോങ്ങവിറ്റി ഉണ്ട് നമുക്കൊക്കെ. പക്ഷെ ലോങ്ങവിറ്റി ഉള്ളപ്പോൾ ഒരു പ്രശ്നവും കൂടിയുണ്ട്. അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ക്യാൻസർ ഉണ്ട്. ആക്ച്വലി അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ അറിയോ? നമ്മുടെ ഭക്ഷണം രീതി മാറിയത് കൊണ്ടൊന്നുമല്ല, ആയുസ് കൂടിയത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? പണ്ട് 50-55 വയസ്സുള്ള ആൾക്കാർ മരിക്കും ഇല്ലേ? അത്രയേ ഉള്ളൂ. പണ്ട് ഷഷ്ടി പൂർത്തിയൊക്കെ വലിയ ആഘോഷമായിരുന്നു. ഇതൊന്നും ആഘോഷിക്കാറില്ല. എന്നാൽ ഷഷ്ടി പൂർത്തിയൊക്കെ ആഘോഷിക്കുന്നവരെ കണ്ടാൽ ഇന്ന് ചെറുപ്പക്കാരെ പോലെ ഇരിക്കും ഇല്ലേ? ഇന്ന് നവതിയൊക്കെയാണ് അവർ ആഘോഷിക്കുന്നു. അല്ലെങ്കിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു 84ാമത്തെ വയസ്സ്. അതൊക്കെയാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആയുർദൈർഘ്യം കൂടുകയാണ്. ശരിക്ക് ചികിത്സിക്കാനുള്ള പണമുണ്ടെങ്കിൽ മനസമാധാനത്തോടുള്ള ആരോഗ്യപരമായിട്ടുള്ള ദീർഘായുസ് നമുക്ക് ലഭിക്കും. ഹെൽത്ത് അഷർ പോലുള്ള മികച്ച പോളിസികൾ നമ്മളെ അതിന് സഹായിക്കും.